ഹായ് ഗൈസ്, ഇന്ന് മുതൽ നമ്മൾ കാണാൻ പോകുന്ന പുതിയ ഡ്രാമയുടെ പേരാണ് ഡെത്ത് ഗെയിം. ഇതിനെപ്പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഇതിന്റെ വൺ ലൈനർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ നായകനാണെങ്കിൽ ജീവിതം എടുത്തിട്ട് സൂയിസൈഡ് ചെയ്യുവാണ്. അവൻ പിന്നീട് എത്തുന്നത് ഹെല്ലിലായിട്ടാ. അവിടെ എത്തുന്നതും അവനൊരു പണിഷ്മെന്റ് കിട്ടും. അതായത് അവന്റെ ജീവിതം സ്വന്തമായിട്ട് ഇല്ലാതാക്കിയതുകൊണ്ട് തന്നെ 12 പേരുടെ ജീവിതം അവൻ ജീവിക്കണോ എന്ന്. അതായത് ഈ 12 പേരും മരിക്കാൻ പോകുന്ന സിറ്റുവേഷനിലാണ് ഉള്ളത്. ഇവിടെ അവൻ ആരുടെ ദേഹത്താണോ ജീവനോടെ ഇരിക്കുന്നത്, അവൻ അവരുടെ ലൈഫിൽ തുടർന്ന് ജീവിക്കാൻ പറ്റും. ഇതാണ് സംഭവം. ഇതിവനെ കൊണ്ട് ആരാണ് ചെയ്യിപ്പിക്കുന്നത്, എന്തിനാണ് ചെയ്യിപ്പിക്കുന്നത്, അതൊക്കെ നമുക്ക് ഈ സീരീസ് കണ്ടാൽ മാത്രമേ മനസ്സിലാവൂ. മിസ്റ്ററിയും ത്രില്ലറും ഫാന്റസിയും എല്ലാം കൂടി ചേർന്ന് ഒരു കിടിലൻ ഡ്രാമയാണ് കേട്ടോ ഇത്. ഇതിന്റെ ഗ്രാഫിക്സ് എന്ന് വെച്ചാൽ ഭയങ്കരമാണ്. ഈ സീരീസ് നിർമ്മിക്കുന്നതിന്റെ പകുതി ക്യാഷ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഗ്രാഫിക്സിന് വേണ്ടിയിട്ടാ. അപ്പൊ പിന്നെ അതൊന്ന് കണ്ടു നോക്കിയാലോ. എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മളുടെ ഈ സീരീസിന്റെ നായകനായിട്ടുള്ള ഈജനെ കാണിച്ചുകൊണ്ടാണ്. അവനാണെങ്കിൽ ഇപ്പോൾ ഒരു ഹെല്ലിലായിരുന്നു ഉണ്ടായിരുന്നേ. അവനിവിടെ എന്താ നടക്കുന്നതെന്ന് അറിയത്തില്ല. പെട്ടെന്ന് തന്നെ അവിടെയായിട്ടൊരു ലേഡി വരും. ഇവരാണ് ഡെത്ത്. ഇവര് വന്നിട്ട് നമ്മളുടെ ഈജ എടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. അവൻ ചോദിക്കും, ഞാനിവിടെ എന്തെടുക്കുക, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന്. അവിടെ ഡെത്ത് പറയുന്നുണ്ട്, നീ ഒരു തെറ്റ് ചെയ്തു. നീ നിന്റെ മരണം വരുന്നതിന് മുന്നേ അതിനെ നീ ഇൻവൈറ്റ് ചെയ്തു. നീ സൂയിസൈഡ് ചെയ്തില്ലേ, അത് തന്നെയാണ് നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്നും പറഞ്ഞിട്ട് അവന്റെ നേർക്ക് ഗണ്ണ് പോയിന്റ് ചെയ്ത് അവനെ അങ്ങ് ഷൂട്ട് ചെയ്യും. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ഈജയാണെങ്കിൽ ഒരു ഫ്ലൈറ്റിന്റെ മുകളിൽ നിന്ന് താഴോട്ട് വീഴുന്നതാണ്. അവിടെയായിട്ട് അവന് ജീവനും ഉണ്ടായിരുന്നു. പിന്നീട് അടുത്ത സീനിൽ കാണിക്കുന്ന 7 വർഷങ്ങൾക്ക് മുന്നേ ഉള്ളൊരു കാര്യമാണ്. അവിടെ നമ്മളുടെ ഈജയാണെങ്കിൽ അവന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള ജീസുവിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയും. അവന്റെ കോളേജ് അവസാനിക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഒരു വലിയ കമ്പനിയിൽ ഇന്റർവ്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുമായിരുന്നു. അവന്റെ ഗേൾ ഫ്രണ്ടും അവനെ നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ അവൻ ആ റോഡിൽ കൂടി ഇങ്ങനെ നടന്നു വരുന്നത് പെട്ടെന്ന് തന്നെ ഒരാൾ അവനെ ഇടിച്ചിട്ടിട്ട് ഒരു വണ്ടിയുടെ മുമ്പിലായിട്ട് അങ്ങ് ചെന്ന് നിൽക്കും. അയാൾക്ക് ആക്സിഡന്റ് ആയി നേരെ തെറിച്ച് വന്ന് വീഴുന്നതേ നമ്മളുടെ ഈജയുടെ മുമ്പിലായിട്ടാണ്. അവനാണെങ്കിൽ നല്ലതുപോലെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഈ ആക്സിഡന്റ് ആയ ആളായിരുന്നാലും നമ്മളുടെ ഈജനെ നോക്കിയിട്ട് എന്തോ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഈജ നല്ലതുപോലെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അയാളാണെങ്കിൽ അവന്റെ മുന്നിൽ വെച്ച് മരിച്ചും പോവും. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ഈജയാണെങ്കിൽ അവന്റെ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്തായിട്ട് വരുന്നതാ. അവിടെ അവൻ നല്ലതുപോലെ പേടിച്ചു പോയതുകൊണ്ട് തന്നെ നന്നായിട്ട് ആൻസർ ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇന്റർവ്യൂ അവന് നല്ലതായിട്ട് അറ്റൻഡ് ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവൻ അവിടുത്തെ ജോലിയും കിട്ടത്തില്ല. അതിനുശേഷം കാണിക്കുന്ന 7 വർഷത്തേക്ക് നമ്മളുടെ ഈജയ്ക്ക് ജോലിയൊന്നും കിട്ടാണ്ട് അവൻ കണ്ട ജോലികളെല്ലാം ചെയ്യുന്നതാണ്. അവനവന്റെ ഡെയിലി നീഡ്സ് മീറ്റ് ചെയ്യാൻ തന്നെ അവൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പല പല ജോലികളും ചെയ്യും, കൂട്ടത്തിൽ തന്നെ ഒരുപാട് ജോലിക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്യും. എന്നാൽ ഒന്നും തന്നെ അവനെ അക്സെപ്റ്റ് ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കാൻ നേരത്തെ ഒരു ദിവസം നമ്മളുടെ ഈജയ്ക്കാണെങ്കിൽ അവൻ ആദ്യമേ ഇന്റർവ്യൂ കൊടുത്ത ആ കമ്പനിയിലെ അവിടെ നിന്ന് വീണ്ടും കോൾ വരും. നമ്മുടെ ഈജ നന്നായിട്ട് പ്രിപ്പയർ ആയിട്ട് ആ ഇന്റർവ്യൂ ഒക്കെ കൊടുക്കും. അവിടെയാണെങ്കിൽ പാർക്ക് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾ നമ്മുടെ ഈജ എടുത്ത് ഭയങ്കര കാര്യമായിട്ടൊക്കെ സംസാരിക്കും. ഈജ വിചാരിക്കും ഇത്തവണ അവന് ഉറപ്പായിട്ടും ജോലി കിട്ടുമെന്ന്. അങ്ങനെ അവൻ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങുന്നതും അവന്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറയും, അതായത് നീ ഏത് മാർക്കറ്റിലാണോ നിന്റെ പൈസയെല്ലാം ഇൻവെസ്റ്റ് ചെയ്തത്, അയാൾ ആ ക്യാഷും എല്ലാം കൊണ്ട് മുങ്ങി എന്ന്. ഇത് കേൾക്കുന്ന ഈജ ഭയങ്കര ഷോക്കായിട്ടുണ്ടായിരുന്നു. അവൻ നേരെ അയാളുടെ വീടിന്റെ മുമ്പിലായിട്ട് വരും. അവിടെ വന്ന് ഒരുപാട് ബഹളം വെക്കും. എന്നാൽ അയാൾ ഡോറൊന്നും തുറക്കത്തില്ല. അവസാനം നമ്മളുടെ ഈജ അവിടെ ഇരുന്ന് ഒരു ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എടുത്തിട്ട് അയാളുടെ വീട് തല്ലിപ്പൊളിക്കാനായിട്ട് തുടങ്ങും. ഇത് കാരണം നമ്മളുടെ ഈജനെ പോലീസ് പിടിച്ചുകൊണ്ട് വരും. ഇവിടെ നമ്മളുടെ ഈജയുടെ കയ്യിലുണ്ടായിരുന്ന ക്യാഷ് എല്ലാം ഇപ്പൊ നഷ്ടമായില്ലേ. അവിടെ നമ്മുടെ ഈ പോലീസുകാർ പറയാൻ തുടങ്ങും, നീ ഇൻവെസ്റ്റ് ചെയ്തെടുത്ത് റിസ്ക്കും ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ലാഭവും ഉണ്ടായിരുന്നു. ഇപ്പോൾ റിസ്ക് ആയി എന്നും പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരിക്കലും അതിന്റെ പേരിൽ കേസ് എടുക്കാനൊന്നും പറ്റത്തില്ല. ഇവിടെ നമ്മളുടെ ഈജയാണെങ്കിൽ അയാൾക്കെതിരെ കേസ് എടുക്കാനാ പറയുന്നത്. എന്നാൽ പോലീസ് പറയും, എന്തായിരുന്നാലും നിനക്കൊരു വാർണിംഗ് തന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞു വിടുക എന്നും പറഞ്ഞ് നമ്മളുടെ ഈജനെ അങ്ങ് പറഞ്ഞു വിടും. ഇപ്പൊ അവൻ ഭയങ്കര ഡെസ്പായിരുന്നു. അങ്ങനെ അവൻ നേരെ അവന്റെ ഗേൾ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി അവളുടെ വീടിന്റെ അടുത്ത് വരാൻ നേരത്ത് അവക്കാണെങ്കിൽ ഒരുത്തൻ ഒരു ഫ്ലവേഴ്സ് കൊടുക്കുന്നത് കാണും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈജെ വിചാരിക്കും, ഒരു പക്ഷേ അവളും ഇപ്പോൾ അവനെ മടുത്ത് കാണും, അവൾക്കിപ്പോൾ പുതിയ ബോയ് ഫ്രണ്ടിനെ കിട്ടിക്കാണും എന്ന്. അങ്ങനെ അവനാണെങ്കിൽ ഇവളുടെ അടുത്ത് വന്ന് സംസാരിക്കാൻ ഒരുങ്ങും. ഇവിടെ നമ്മളുടെ ജീസു ആണെങ്കിൽ അവനൊരു എൻവലപ്പ് കൊടുക്കും. അവള് പറയും, നീ ഇന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയതല്ലേ, അപ്പോൾ നിന്റെ കയ്യിൽ ക്യാഷ് കാണത്തില്ല, ഇത് നീ വെച്ചോ എന്ന്. എന്നാൽ നമ്മളുടെ ഈജെ ആണെങ്കിൽ ആ എൻവലപ്പ് അവളുടെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് പറയും, നിനക്ക് ഞാൻ എന്ത് നാണക്കേടാ അല്ലേ, നീ ഇപ്പം എന്നെ മടുത്ത് കാണും, എന്തായിരുന്നാലും നമുക്ക് ഈ ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക എന്ന് പറയും. യഥാർത്ഥത്തിൽ നമ്മളുടെ ജീസുവിനറിയാം ഇവന്റെ മെന്റാലിറ്റി എന്തായെന്ന്. അപ്പൊ അവള് പറയും, നീ കുറച്ചുകൂടെ ഒന്ന് അധ്വാനിക്കുക, അത് കഴിഞ്ഞ് നമുക്ക് കല്യാണം കഴിക്കാം. എന്നാൽ നമ്മളുടെ ഈജെ പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് അധ്വാനിച്ചു, ഇനി ഇതിൽ കൂടുതൽ എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്തായിരുന്നാലും നീ ഇനി വേറെ ആരെങ്കിലും കൂടെ സന്തോഷമായിട്ട് ജീവിക്കും, നമുക്ക് ഈ റിലേഷൻ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൻ ഒരുപാട് ഇമോഷണൽ ആയിട്ട് അവിടെ നിന്ന് പോവാനായിട്ട് ഒരുങ്ങും. കൂട്ടത്തിൽ തന്നെ അവന്റെ ഗേൾ ഫ്രണ്ടിന് അവന്റെ കയ്യിലിരുന്ന എൻവലപ്പില്ലേ അതും കൊടുത്തിട്ടാ പോകുന്നത്.
ഇവിടെ നമ്മളുടെ ഈജെ നല്ല സങ്കടത്തിലായിരുന്നു. അത് കഴിഞ്ഞ് അവൻ നേരെ വീട്ടിലെത്തുന്നതും അവിടെയാണെങ്കിൽ ഓണർ അവന്റെ സാധനങ്ങളെല്ലാം പുറത്തെടുത്തിട്ടിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ അവർ റെന്റ് കൊടുക്കാത്തത് കാരണം നമ്മുടെ ഈജെ ആണെങ്കിൽ ഭയങ്കര സങ്കടത്തിലാവും. അവന്റെ നല്ല സാധനങ്ങളെല്ലാം മഴയത്ത് നല്ലതുപോലെ ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ ഈജെ ആണെങ്കിൽ അവിടെ തന്നെ രാത്രി സ്പെൻഡ് ചെയ്യും. രാവിലെ ആവുന്നതും അവന് മെസ്സേജ് വരും, അതായത് അവനാണെങ്കിൽ ആ ജോലി കിട്ടിയില്ല, അതിലവർ റിജക്റ്റ് ആയി എന്ന്. ഇതെല്ലാം കാണുന്നത് നമ്മളുടെ ഈജയ്ക്ക് ഭയങ്കര സങ്കടം വന്നിട്ട് അവൻ തീരുമാനിക്കും ഇനിയിപ്പോ അവനെ മരണത്തിന് മാത്രമേ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ, അവൻ ഇനി ജീവിച്ചിട്ട് ഒരു കാര്യവും ഇല്ല എന്ന്. അങ്ങനെ അവൻ വേഗം തന്നെ മരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബിൽഡിങ്ങിന്റെ മുകളിലായിട്ട് വന്ന് നിൽക്കും. അവിടെ അവൻ്റെ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടുന്നത് കറക്റ്റ് സമയത്ത് തന്നെ അവന്റെ അമ്മയുടെ അടുത്ത് നിന്ന് അവന് കോള് വരും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഈജെ കണ്ണു തുറക്കാൻ നേരത്ത് ഒരു ഫ്ലൈറ്റിലായിട്ട് ഇരിക്കുന്നതാണ്. അവനാണെങ്കിൽ കയ്യിലുള്ള ടാബ് വെച്ചിട്ട് അവന്റെ ഫേസ് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് ഈജയുടെ ഫേസ് അല്ല, പകരം വേറെ ഏതോ ഒരാളുടെ ആയിരുന്നു. അവന്റെ അടുത്തായിട്ട് തന്നെ ഒരു പെൺകുട്ടി ഇരിപ്പുണ്ട്. അവളുടെ പേരാണ് ഡെത്ത്. അവളാണെങ്കിൽ അവിടെയായിട്ട് നമ്മളുടെ ഈജെ എഴുതിയ ആ ഒരു ഡെത്തിന്റെ ലെറ്റർ ഇല്ലേ, അതും വെച്ചിരിപ്പുണ്ടായിരുന്നു. അവള് പറയും, നീ എന്നെ വെറുതെ കളിപ്പിക്കുകയല്ലേ ചെയ്തത്, നിന്റെ സമയം എടുക്കുന്നതിന് മുന്നേ തന്നെ എന്നെ നിന്റെ അടുത്തോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ട് സത്യത്തിൽ അതെന്ത് വലിയ തെറ്റാണെന്ന് നിനക്കറിയാവോ, അതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടിയേ പറ്റത്തോളം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈജേനെയും കൊണ്ട് ഒരു വലിയ ഒരു തൂണ് കണക്കത്തെ ഒരു സംഭവത്തിന്റെ അടുത്തായിട്ട് ഇവനെ കൊണ്ടുവരും. എന്നിട്ട് അവനെ ആ ഒരു കൊക്കയുടെ മുകളിൽ നിന്നായിട്ട് തള്ളി എങ്ങിടും. നമ്മളുടെ ഈജി ആണെങ്കിൽ ഒരുപാട് മോൺസ്റ്റേഴ്സിനെയൊക്കെ തട്ടിയാണ് അവിടുത്തെ ആ ഒരു വലിയ കടൽ പോലത്തെ സംഭവത്തിൽ ചെന്ന് വീഴുന്നത്. അതിനകത്തും ഒരുപാട് മോൺസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈജി ആണെങ്കിൽ ബോധം വന്നിട്ട് കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവൻ ഇപ്പോഴും ആ പ്ലെയിനിൽ വേറെ ഏതോ ഒരാളുടെ ബോഡിയിലായിട്ട് തന്നെയായിരുന്നു. ഇവിടെയായിട്ട് നമ്മളുടെ ഡെത്ത് പറയും, നീ യഥാർത്ഥത്തിൽ എല്ലാവർക്കും ഒരു തവണ വരുന്ന ആ ഒരു മരണത്തിനെ നീ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയല്ലേ ചെയ്തത്, ഇനിയിപ്പോൾ നീ 12 തവണ മരിക്കണം, എന്നാൽ മാത്രമേ നിനക്ക് അതിൻ്റെ ആ ഒരു സുഖം മനസ്സിലാവത്തുള്ളൂ. നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത് മരണമാണ് എല്ലാത്തിൻ്റെയും അവസാനം എന്നാണോ? എങ്കിൽ അങ്ങനെയല്ല, മരണമാണ് എല്ലാത്തിൻ്റെയും തുടക്കം എന്നും പറഞ്ഞിട്ട് നമ്മളുടെ ഈജനെ പറഞ്ഞ് മനസ്സിലാക്കും. അവൻ പറയും, എനിക്ക് ജീവിക്കണ്ട, ഞാൻ ജീവിക്കണ്ട എന്ന് പറഞ്ഞല്ലോ. അവിടെയായിട്ട് ഡെത്ത് പറയും, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഇതിൽ ആരുടെയെങ്കിലും ജീവൻ നിനക്ക് രക്ഷിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിനക്ക് അവരുടെ ലൈഫിൽ ജീവിക്കാൻ പറ്റും, നീ അതിന് സാധിക്കൂ എന്ന് നോക്ക്, എന്തായിരുന്നാലും അതത്ര നിസ്സാരമാണെന്ന് നീ വിചാരിക്കേണ്ട എന്നും പറഞ്ഞിട്ട് ഡെത്ത് അവിടെ നിന്നങ്ങ് പോവും. പെട്ടെന്ന് തന്നെ ഈ ഫ്ലൈറ്റിനാണെങ്കിൽ എന്തോ സംഭവിച്ചിട്ട് അത് ക്രാഷ് ആവാൻ പോകുന്നത് പോലെ വരും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈജി ആണെങ്കിൽ അവിടെ ഇരുന്ന ലൈഫ് ജാക്കറ്റ് ഒക്കെ എടുത്തിട്ടിട്ട് നല്ലതുപോലെ പ്രിപ്പയർ ആയിട്ടിരിക്കും. പെട്ടെന്ന് തന്നെ അവിടേക്ക് എയർ ഹോഴ്സസ് വന്നിട്ട് പറയും, നിങ്ങൾ എന്തുവായി ചെയ്യുന്നത്, ഇതിപ്പോൾ തന്നെ നേരെയാവും, ഇത് ജസ്റ്റ് മേഘങ്ങളുടെ ഇടയിൽ കൂടി ഫ്ലൈറ്റ് കയറിയേണ്ടതാണ് എന്ന്. എന്നാൽ ഈജെ പറയും, ഇത് പെട്ടെന്ന് തന്നെ ക്രാഷ് ആവാൻ പോവുക എന്ന്. എന്നാൽ എയർ ഹോഴ്സസ് പറഞ്ഞതുപോലെ തന്നെ ഫ്ലൈറ്റ് പെട്ടെന്ന് തന്നെ നോർമലാവും. അങ്ങനെ നമ്മളുടെ ഈജി ആണെങ്കിൽ ആ ഒരു ഫ്ലൈറ്റിൻ്റെ അകത്തൊക്കെ കയറി നോക്കും. അതൊരു പ്രൈവറ്റ് ജെറ്റ് ആയിരുന്നു. നമ്മുടെ ഈജയ്ക്ക് മനസ്സിലാവും, അതായത് ഇവൻ വലിയൊരു പണക്കാരനാണ് എന്ന്. എന്താന്ന് വെച്ചാൽ ആ ഫ്ലൈറ്റിനകത്ത് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു ക്രിസ്റ്റൽ പോലത്തെ സംഭവം ഇവൻ്റെ അടുത്തേക്ക് വരും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഈജി അതിൽ പിടിക്കുന്നതും അവന് വേഗം തന്നെ അവൻ്റെ മെമ്മറീസ് എല്ലാം വരാനായിട്ട് തുടങ്ങും. അതായത് ഇവൻ ആരുടെ ബോഡിയിലാണോ ഉള്ളത് അവൻ്റെ. നമ്മളുടെ ഈജി ആണെങ്കിൽ ഒരു കമ്പനിയിൽ ഇന്റർവ്യൂ കൊടുക്കാൻ പോയില്ലേ, ആ കമ്പനിയുടെ ഓണറിന്റെ മൂത്ത മോനാണ് ഇവൻ. ഇവൻ ഒരുപാട് സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവനവൻ്റെ അച്ഛൻ്റെ കൂടെയൊക്കെ നല്ലൊരു റിലേഷൻഷിപ്പ് തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. ഇതൊക്കെ കാണുന്നത് നമ്മളുടെ ഈജയ്ക്ക് നല്ല സന്തോഷം. അവൻ വിചാരിക്കും, ഇത്രയും വലിയൊരു പണക്കാരൻ്റെ ബോഡിയിൽ ജീവിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ്. ഞാൻ ഏത് കമ്പനിയിലാണോ വർക്ക് ചെയ്യാൻ ആഗ്രഹിച്ചത് അതിൻ്റെ മുതലാളിയുടെ മോൻ്റെ ദേഹം തന്നെ എനിക്ക് കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് അവൻ സന്തോഷിച്ചിട്ട് വിചാരിക്കും, ഇവനെ ഒരിക്കലും ഞാൻ മരിക്കാൻ സമ്മതിക്കത്തില്ല എന്ന്. എന്നാൽ പെട്ടെന്ന് തന്നെ ആ ഫ്ലൈറ്റിൻ്റെ എഞ്ചിനിലായിട്ട് തീ പിടിച്ചിട്ട് ആ ഫ്ലൈറ്റ് ക്രാഷ് ആവാൻ വേണ്ടിയിട്ട് പോകും. നമ്മളുടെ ഈജെ നന്നായിട്ട് പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റിനകത്ത് ഫുള്ള് നല്ലതുപോലെ തീ പിടിക്കും. അങ്ങനെ നമ്മളുടെ ഈജെ ആണെങ്കിൽ ആ തീയിൽ വെന്തങ്ങ് മരിച്ചു പോവും. പിന്നീട് കാണിക്കുന്ന ഈജെ വീണ്ടും ആ ഹെല്ലിലായിട്ട് വരുന്നതാണ്. അതൊരു പ്രത്യേക സ്ഥലമായിരുന്നു. അവിടെ എത്തുന്നത് നമ്മളുടെ ഡെത്ത് അവൻ്റെ അടുത്ത് പറയും, ഇനി നിന്റെ കയ്യിൽ വെറും 12 ചാൻസ് മാത്രമേ ഉള്ളൂ എന്ന്. അതേപോലെ തന്നെ അവിടെയായിട്ടൊരു ക്ലോക്കും ഉണ്ടായിരുന്നു. അതിനകത്തും കാണിക്കും അവൻ്റെ ഒരു ചാൻസ് മിസ്സാക്കി എന്ന്. കൂട്ടത്തിൽ തന്നെ അവിടെയായിട്ട് ഈ ഡെത്ത് ആണെങ്കിൽ അവളുടെ കയ്യിലായിട്ട് ഒരു 11 ബുള്ളറ്റും വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ഈജെ ചോദിക്കും, ഇതെന്തിനാ എന്ന്. അപ്പോൾ ഡെത്ത് പറയും, ഇതെല്ലാം നിന്നെ വെടിവെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, ഇത് നിന്റെ ഓരോരോ ചാൻസ് ആണ്. ഇതിനകത്ത് ഓരോ ബുള്ളറ്റും നിന്റെ തലയിൽ വരുമ്പോഴും നീ പുതിയ പുതിയ ആൾക്കാരുടെ ദേഹത്തായിട്ട് ചെല്ലും. അവിടെ നമ്മളുടെ ഈജെ ചോദിക്കും, അല്ല ഞാൻ അവിടെ നിൽക്കാൻ നേരത്ത് ഒരു വൈറ്റ് ക്രിസ്റ്റൽ എൻ്റെ അടുത്ത് വന്നായിരുന്നു, അതെന്തുവാ എന്ന്. അപ്പോൾ നമ്മളുടെ ഡെത്ത് പറയും, അത് അവരുടെ മെമ്മറീസ് ആണ്, കൂട്ടത്തിൽ തന്നെ അവരുടെ എബിലിറ്റീസും നിനക്ക് കയ്യിൽ കിട്ടും, അതുകൊണ്ട് തന്നെ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും എന്ന് പറയും. അപ്പോൾ നമ്മളുടെ ഈജെ ചോദിക്കും, അല്ല അവർ മരിക്കാൻ പോകുന്നേ
ഒരു സിറ്റുവേഷനിൽ എൻ്റെ ആത്മാവ് എങ്ങനെയാണ് അവരുടെ ബോഡിയിൽ കയറുന്നത്, അപ്പോൾ അവരുടെ ആത്മാവ് എവിടെ പോകും? അപ്പോൾ നമ്മളുടെ ഈ ഡെത്ത് പറയും അവർ മരിക്കാൻ പോകുന്നു എന്നുള്ള സിറ്റുവേഷനിൽ പെട്ടെന്ന് തന്നെ അവരുടെ ആത്മാവ് അവിടെ നിന്നും ആ ബോഡി വിടും. ആ ടൈമിലാണ് നിന്റെ ആത്മാവ് അതിൻ്റെ അകത്തോട്ട് കയറുന്നത് എന്ന്. ഉടനെ തന്നെ നമ്മളുടെ EJ പറയുന്നുണ്ട്, എന്തൊക്കെയായിരുന്നാലും എന്നെ ഇപ്പോഴും വിട്ടത് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്തൊരു സ്ഥലത്തായിരുന്നു, ഞാൻ എന്ത് ചെയ്തിട്ട് രക്ഷപ്പെടാൻ പറ്റിയാനെ? ഉടനെ തന്നെ ഡെത്ത് പറയും, അത് തന്നെയാണ് നിന്റെ പണിഷ്മെന്റ്, നിനക്ക് ഒരിക്കലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളുടെ EJ ചോദിക്കും, ഒരു പക്ഷേ ഞാൻ 12 ഡെത്തിനകത്തും മരിച്ചു പോയി കഴിഞ്ഞാൽ അടുത്തത് എന്തുവാ എന്ന്. അവിടെയായിട്ട് ഡെത്ത് പറയുന്നത് നിന്നെ നരകത്തിലോട്ട് പറഞ്ഞു വിടും എന്നും പറഞ്ഞിട്ട് അവിടെയുള്ളൊരു വാതിൽ കാണിച്ച് അവനെ ആ നരകം കാണിച്ചു കൊടുക്കും. അവിടെ ഫുള്ളും ചുട്ടുപൊള്ളുന്ന തീയും തീക്കനലും ഒക്കെ ആയിരുന്നു. ഇത് കാണുന്ന നമ്മളുടെ EJ ഭയങ്കരമായിട്ടും പേടിച്ചു പോകും. അവനങ്ങനെ അവിടെ വന്നിരുന്ന് നല്ലതുപോലെ കരയാൻ തുടങ്ങും, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന്. അപ്പം നമ്മളുടെ ഡെത്ത് വന്നിട്ട് പറയും, ഞാൻ സ്വയം വരാണ്ട് നീ എന്നെ ക്ഷണിച്ചു വരുത്തിയതല്ലേ, അത് തന്നെയാണ് നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ EJക്കാണെങ്കിൽ നരകത്തിൽ പോകാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഡെത്ത് പറയും, നീ ഏതെങ്കിലും ഒരാളുടെ ജീവൻ രക്ഷിച്ച് അവരുടെ ബോഡിയിൽ തന്നെ നിൽക്കുവാണെങ്കിൽ നിനക്ക് നരകത്തിലോട്ട് പോകേണ്ട ആവശ്യമേ വരുന്നില്ല എന്ന്. അങ്ങനെ നമ്മളുടെ EJ അതിന് വേണ്ടിയിട്ട് റെഡിയാവും. ഡെത്ത് അങ്ങനെ വീണ്ടും അവൻ്റെ നെറ്റിയിലായിട്ട് ഷൂട്ട് ചെയ്യും. പെട്ടെന്ന് തന്നെ നമ്മളുടെ EJ ആണെങ്കിൽ വീണ്ടും ആ ഒരു ആകാശത്തിൽ നിന്ന് താഴോട്ട് വീഴുന്നത് പോലൊരു ഫീലാ വരുന്നത്. പെട്ടെന്ന് തന്നെ നോക്കുമ്പോൾ എന്തുവാ, നമ്മളുടെ EJ ആണെങ്കിൽ സ്കൈ ഡൈവിങ് ചെയ്യുന്ന ഒരാളുടെ ദേഹത്തായിട്ടാണ് ഇപ്പം എൻ്റർ ആയിരിക്കുന്നത്. നമ്മളുടെ EJക്കാണെങ്കിൽ ഒരു തേങ്ങയും അറിയത്തില്ലല്ലോ, അവനാണെങ്കിൽ അവിടെ കിടന്ന് കറങ്ങി കളിക്കും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് ഇവൻ്റെ ക്യാമറാമാൻ വന്ന് ഇവനെ എങ്ങ് കയറി പിടിക്കും. അപ്പോഴവിടെയായിട്ട് ആ വൈറ്റ് ക്രിസ്റ്റലും വരുന്നുണ്ടായിരുന്നു. നമ്മളുടെ EJ പെട്ടെന്ന് തന്നെ അത് അബ്സോർബ് ചെയ്യും. പെട്ടെന്ന് അവന് മനസ്സിലാവും, അതായത് ഇപ്പോഴവൻ വന്നിരിക്കുന്നത് ഒരു ഫേമസ് ആയിട്ടുള്ള സ്കൈ ഡൈവിങ് ചെയ്യുന്ന ഒരാളുടെ ദേഹത്തായിട്ടാണ്. അവനൊരു കമ്പനി പറഞ്ഞിട്ടുണ്ട്, നീ ഇതേപോലെ പാരച്യൂട്ട് ഒന്ന് യൂസ് ചെയ്യാണ്ട് ഇതേപോലെ സ്കൈ ഡൈവ് ചെയ്യുവാണെങ്കിൽ നിനക്ക് ഒരുപാട് ക്യാഷ് കയ്യിൽ തരാം, അതേപോലെ തന്നെ നിന്നെ ഒരു വലിയ കമ്പനിയുടെ ഓണറും ആക്കാം എന്ന്. അതുകൊണ്ട് തന്നെ നമ്മളുടെ EJ ഇപ്പോൾ വിചാരിക്കും, ഇത്രയും ക്യാഷ് കിട്ടുന്നതല്ലേ, ഒന്ന് ട്രൈ ചെയ്തേക്കാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ ഡൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. ക്യാമറാമാൻ്റെ എല്ലാം സപ്പോർട്ടെല്ലാം അവൻ മാറ്റി വയ്ക്കും. ഇവിടെ അവന് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആ ക്രിസ്റ്റൽ കിട്ടിയത് കൊണ്ട് തന്നെ നമ്മളുടെ EJക്കാണെങ്കിൽ ഇപ്പോൾ നല്ലതുപോലെ ഡൈവ് ചെയ്യാനുള്ള ആ ഒരു കഴിവുമൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. അവന് അവിടെ ഒരു പോയിന്റ് ഉണ്ട്, അവിടെ വേണം അവൻ ലാൻഡ് ആവാൻ വേണ്ടിയിട്ട്. നമ്മളുടെ EJ ആണെങ്കിൽ മാക്സിമം അതിലോട്ട് ലാൻഡ് ആവാൻ നോക്കും, എന്നാൽ അവൻ്റെ തല വന്ന് തറയിലായിട്ട് ഇടിക്കുന്നത്. ആ സെക്കൻഡിൽ തന്നെ അവൻ മരിച്ചു പോവുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഇതെല്ലാം TV-യിൽ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. എല്ലാവരും പ്രതീക്ഷിക്കും ഇവൻ കറക്റ്റ് ആ ഒരു ലാൻഡിങ് സ്പോട്ടിൽ തന്നെ ലാൻഡ് ആവുക എന്ന്. എന്നാൽ നമ്മളുടെ EJക്ക് തെറ്റ് പറ്റിയതാണ്. വീണ്ടും അവൻ ഹെല്ലിലായിട്ട് വരും. അവിടെ അവൻ ചോദിക്കും, എനിക്ക് രക്ഷപ്പെടാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു, പിന്നീടും എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ലല്ലോ എന്ന്. ഇവിടെയായിട്ട് ഡെത്ത് പറയുന്നത് തന്നെ അതാണ് നിനക്കുള്ള ശിക്ഷ. ഇവിടെയായിട്ട് നമ്മളുടെ EJ ചോദിക്കും, അതിനുവേണ്ടി ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ എൻ്റെ ജീവൻ എടുത്തു, ഞാൻ വേറെ ആർക്കും ഒരു ദോഷവും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ നമ്മളുടെ ഡെത്ത് പറയും, നീ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, നീ വേറെയും തെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മളുടെ EJക്ക് എന്താണെന്ന് മനസ്സിലാവത്തില്ല. അപ്പോൾ നമ്മളുടെ ഡെത്ത് പറയും, നീ അങ്ങനെയാണെങ്കിൽ എന്താണെന്ന് സ്വന്തമായിട്ട് പോയി കണ്ടുപിടിച്ചാൽ മതിയെന്ന്. അവിടെ നമ്മളുടെ EJ പറയാൻ തുടങ്ങും, എനിക്കാണെങ്കിൽ ഒന്നുമില്ലായിരുന്നു, എന്നെ സ്നേഹിക്കാനും ആരുമില്ല, എന്നെ സ്നേഹിക്കുന്ന പെൺകുട്ടിയും വേറൊരാളിനെ ചൂസ് ചെയ്തു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് ഞാൻ അവസാനം എൻ്റെ ജീവൻ എടുക്കാൻ തീരുമാനിച്ചത് എന്ന്. എന്നാൽ നമ്മളുടെ ഡെത്ത് അവിടെ പറയും, നീ ഇപ്പോഴും നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നല്ലേ വിചാരിച്ചേക്കുന്നത്, അത് നീ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവനെ വീണ്ടും ഷൂട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ EJ ആണെങ്കിൽ എൻ്റർ ആവുന്നത് ഒരു ഹൈസ്കൂൾ കുട്ടിയുടെ ദേഹത്തായിട്ടായിരുന്നു. അവനാണെങ്കിൽ നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു ചെറുക്കനാണെങ്കിൽ ഒരു മൊബൈലിൽ നോക്കിയിട്ട് എന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മളുടെ EJക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യം വരും. അവനാണെങ്കിൽ ഈ ചെറുക്കനെ അടിക്കാനായിട്ട് വരുന്നതും കറക്റ്റായിട്ട് അവൻ ആ ഒരു വൈറ്റ് ക്രിസ്റ്റലില്ലേ അത് കിട്ടും. അതായത് ഈ കൊച്ചു ചെറുക്കനെ തന്നെയാണ് എല്ലാവരും ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവനാണെങ്കിൽ ഇവൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടു, അമ്മ മാത്രമേ ഉള്ളൂ. അവൻ അങ്ങനെ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് സ്വന്തമായിട്ട് മരിക്കണമെന്നാണ് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ടൈമിലാണ് നമ്മളുടെ EJ അവൻ്റെ ശരീരത്തിലായിട്ട് എൻ്റർ ആവുന്നത്. അപ്പോൾ നമ്മളുടെ EJ വിചാരിക്കും, ഇവൻ്റെ പ്രശ്നങ്ങളെല്ലാം ഞാൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവനെ അതിനെപ്പറ്റി ചിന്തിക്കത്തില്ല, എനിക്ക് ഇവൻ്റെ ശരീരത്തിൽ നല്ലതുപോലെ ജീവിക്കാൻ പറ്റുമോ എന്ന്. അങ്ങനെ അടുത്ത തവണ നമ്മളുടെ EJനെ, അതായത് ഈ കൊച്ചു ചെറുക്കനെ ആ ചെറുക്കന്മാർ ബുള്ളി ചെയ്യാനായിട്ട് വരുന്നത് അവൻ ഇവന്മാർക്കിട്ട് നല്ലതുപോലെ അടി കൊടുക്കും. അവൻ ഇവന്മാരെ അടിച്ച് ശരിയാക്കും. എന്നാൽ പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് വൈറ്റ് ഷർട്ട് ഇട്ടാൽ നല്ല നീളമുള്ളൊരു ചെറുക്കൻ വരും. അവനെ കാരണം നമ്മുടെ EJക്കാണെങ്കിൽ ഇവനെ തടുത്ത് നിർത്താനൊന്നും പറ്റത്തില്ല. അവൻ ഇവിടെ അങ്ങ് തോറ്റുപോകും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് ക്ലാസ് ടീച്ചർ വരും. അത് കാരണം ഇവർക്കിവിടെ ഫൈറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ക്ലാസ് കഴിയുന്നതും നമ്മളുടെ ചെറുക്കനെയാണെങ്കിൽ ഇവന്മാരെല്ലാവരോട് ചേർന്ന് ഭയങ്കരമായിട്ട് ഇടിച്ച് ശരിയാക്കാൻ തുടങ്ങും. ഇവിടെ ഈ നീളമുള്ള ആ വൈറ്റ് ഷർട്ട് ഇട്ട ചെറുക്കനില്ലേ, അവിടെ ആ അടിക്കുന്ന ചെറുക്കനെടുത്ത് പറയും, ഇവനെ എന്തിനാ ഇനി എടുത്തിട്ട് ഇങ്ങനെ അടിക്കുന്നത്, അവനെ വെറുതെ വിട്ടൂടെ എന്ന്. എന്നാൽ ബുള്ളി ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഒരുത്തനാണെങ്കിൽ ഈ
വെള്ള ഷർട്ടിട്ടവനെ നല്ലതുപോലെ എടുത്തിട്ട് അടിക്കും. ഇവിടെയായിട്ട് നമ്മളുടെ EJ വിചാരിക്കാൻ തുടങ്ങും, ആ വെള്ള ഷർട്ടിട്ടവനെ കയ്യിലാക്കുവാണെങ്കിൽ ബുള്ളി ചെയ്യുന്നവനെ പുഷ്പം പോലെ തോൽപ്പിക്കാം എന്ന്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് ഇവിടെ ആ ബുള്ളി ചെയ്യുന്ന ചെറുക്കൻ്റെ ഗേൾ ഫ്രണ്ട് അവിടെയായിട്ട് വന്ന് ഇവനെ വിളിച്ചുകൊണ്ടു. അതുകൊണ്ട് തന്നെ നമ്മളുടെ EJക്ക് ഒരുപാട് അടി കിട്ടാണ്ട് അവനങ്ങ് രക്ഷപ്പെടും. തിരിച്ചവൻ അവൻ്റെ വീട്ടിൽ വരുന്നതും അവിടെയായിട്ട് ഈ കൊച്ചിറക്കൻ്റെ അമ്മയായിട്ട് നിൽക്കുന്ന കുറച്ച് ഫോട്ടോസ് കാണും. പെട്ടെന്ന് തന്നെ EJക്ക് അവൻ്റെ അമ്മേനെയാണ് മിസ് ചെയ്യുന്നത്. അവനപ്പോൾ ആലോചിക്കും, അവനെ വളർത്തി വലുതാക്കാൻ വേണ്ടി അവൻ്റെ അമ്മ എന്തുമാത്രം കഷ്ടപ്പെട്ടിരുന്നു എന്ന്. അതേപോലെ തന്നെ അവൻ അവൻ്റെ അമ്മയുടെ കൂടെ നല്ല ഹാപ്പിയും ആയിരുന്നു. അവൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നത് ഒരു സാധാരണ ജീവിതം ജീവിക്കണോ എന്നാൽ അവനെ കൊണ്ട് അതിന് പോലും സാധിക്കാതെ പോയല്ലോ. അതിനുശേഷം കാണിക്കുന്ന നമ്മളുടെ EJ, അതായത് ആ കൊച്ചിറക്കൻ അവൻ്റെ അമ്മയുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതാ. അമ്മ അവന് ഫുഡെല്ലാം എടുത്തു കൊടുക്കും. ഇത് കാണുന്ന ഈ കൊച്ചിറക്കനാണെങ്കിൽ അങ്ങ് നല്ലതുപോലെ സങ്കടം വരും. അതായത് നമ്മളുടെ EJക്ക് അവൻ്റെ അമ്മേനെ നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ റൂമിൽ വന്നിട്ട് അവൻ്റെ അമ്മയുടെ നമ്പറിലോട്ട് ഒന്ന് വിളിച്ച് അന്വേഷിക്കുക എന്ന് വിചാരിക്കും. നമ്പർ ടൈപ്പ് ചെയ്യുന്നതും പെട്ടെന്ന് തന്നെ ആ ബുള്ളി ചെയ്യുന്നവനാണെങ്കിൽ ഇവന് മെസ്സേജ് ഇട്ട് പറയും, നാളെ നീ വരുമ്പോൾ ക്യാഷും കൊണ്ടുവരണോ എന്ന്. പെട്ടെന്ന് തന്നെ അവന് ഓർമ്മ വരും, ആദ്യമേ ഇവൻ്റെ ജീവൻ രക്ഷിച്ചിട്ട് വേണ്ടേ അവൻ്റെ അമ്മയുടെ അടുത്തൊക്കെ വിളിച്ച് സംസാരിക്കാൻ. അങ്ങനെ അവൻ ഈ കൊച്ചിറക്കൻ ഈ മരിക്കുന്നതിന് മുന്നേ ആയിട്ട് എഴുതിയ ആ ഒരു ലെറ്ററില്ലേ അതെടുത്ത് വായിച്ചു നോക്കും. അതിനകത്ത് മനസ്സിലാവും ഈ ബുള്ളി ചെയ്യുന്നവൻ തന്നെയാണ് അവൻ്റെ ജീവൻ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രേരണ കൊടുത്തത് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ നമ്മളുടെ ഈ EJ ആണെങ്കിൽ ആ വെള്ള ഷർട്ടിട്ട ചെറുക്കനില്ലേ അവനെ കാണാൻ വരുന്നതാണ്. അവന് നന്നായിട്ടറിയാം ഇവനെ അവൻ്റെ കൂടെ നിർത്തുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ബുള്ളി ചെയ്യുന്നവൻ്റെ അടുത്ത് നിന്ന് ഇവന് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന്. അവിടെയായിട്ട് ഈ വെള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് ചോദിക്കും, നീ എന്തിനാ നിന്റെ ഫ്രണ്ടിനെ പേടിക്കുന്നത്? നിനക്ക് നല്ല ആരോഗ്യമൊക്കെ ഉണ്ടല്ലോ, അവനല്ലേ നിന്നെ പേടിക്കേണ്ടത്. എന്നാൽ ഇവിടെയായിട്ട് ആ വെള്ള ഷർട്ടിട്ടവനാണെങ്കിൽ കാര്യം പറയും, അതായത് അവൻ ഇവനെ ഭയങ്കര പേടിയാണ്, അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു കളയുമെന്ന്. അതേസമയം തന്നെ വാഷ്റൂമിലായിട്ട് ആ ബുള്ളി ചെയ്യുന്നവനും കയറി വരും. ഇവനെ കാണുന്നതും പെട്ടെന്ന് തന്നെ ആ വൈറ്റ് ഷർട്ടിട്ടവൻ അങ്ങ് പേടിച്ചു പോവും. അവൻ്റെ ചെവുക്കുറ്റിക്ക് ഒരു അടിയും കൊടുത്തിട്ട് അവനെ അവിടെ നിന്ന് വിളിച്ചോണ്ട് അങ്ങ് പോവും. നമ്മളുടെ EJ ആണെങ്കിൽ ആ വൈറ്റ് ഷർട്ടിട്ടവനെ ആണെങ്കിൽ പിടിച്ചെറുത്തിയിട്ട് ചോദിക്കും, അല്ല നീ എന്തിനാ അവനെ ഇങ്ങനെ പേടിക്കുന്നേ? അപ്പോൾ അവൻ പറയാൻ തുടങ്ങും, ഇവൻ ഇവിടെ മാത്രമല്ല പുറത്ത് ഒരുപാട് കമ്പനിയുണ്ട്, അവരെല്ലാം വലിയ വലിയ ഗുണ്ടകളാണ്, അവൻ ഇവരിലൊരു ഗ്യാങ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവനെ എതിർത്ത് കഴിഞ്ഞാൽ അവരെല്ലാവരോടും ചേർന്ന് എന്നെ ശരിയാക്കും, എന്നെ അടിച്ച് നേരെയാക്കും. അത് പേടിച്ചിട്ടാണ് ഞാൻ ഇവൻ്റെ കൂടെ നിൽക്കുന്നത് എന്ന്. അവിടെയായിട്ട് നമ്മളുടെ EJ ആണെങ്കിൽ പറയാൻ തുടങ്ങും, നീ വേറൊന്നും ചെയ്യണ്ട, ഞാൻ പറയുന്നത് പോലെ മാത്രം ചെയ്താൽ മതി എന്ന്. അങ്ങനെ നമ്മളുടെ EJ ആണെങ്കിൽ ക്യാൻറ്റീനിലിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചെറുക്കനാണെങ്കിൽ അവിടെ വന്നിട്ട് നമ്മളുടെ EJയുടെ മുഖം ആണെങ്കിൽ ആ ഫുഡിനകത്തോട്ട് എടുത്തങ്ങ് മുക്കും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മളുടെ EJ എഴുന്നേറ്റ് നിന്ന് ഈ ബുള്ളി ചെയ്യുന്നവനില്ലേ അവൻ്റെ തലയിൽ കൂടെ ആ ഫുഡ് എടുത്തങ്ങ് ഒഴിക്കും. എന്നാൽ ഇത് കാണുന്നതും അവന് നല്ല ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും നമ്മളുടെ EJനെ പിടിക്കാനായിട്ടോ അവനെ തടയാനായിട്ടോ ആ വൈറ്റ് ഷർട്ടിട്ട ചെറുക്കനില്ലേ അവൻ വരത്തതൊന്നുമില്ല, അവൻ മൈൻഡ് ആക്കാണ്ട് അവിടെ ഇരിക്കും. ഇത് കാണുന്നേയും ആ സ്കൂളിലുള്ള കുട്ടികളെല്ലാം ഭയങ്കരമായിട്ട് ചിരിക്കാൻ തുടങ്ങും. ഇത് കണ്ടിട്ട് ഈ ബുള്ളി ചെയ്യുന്നവന് നല്ല നാണക്കേടായിട്ടുണ്ടായിരുന്നു. അവൻ വേഗം തന്നെ അവൻ്റെ കൂടെയുള്ള ആ കൂട്ടുകാരായിട്ടുള്ള ആ ഗുണ്ടകളില്ലേ അവരുടെ അടുത്ത് കാര്യം പറയും. ഇവിടെയായിട്ട് ആ വൈറ്റ് ഷർട്ട് ഇട്ടവനാണെങ്കിൽ നമ്മളുടെ EJ അടുത്ത് വന്നിട്ട് സംസാരിക്കും. എന്നിട്ട് പറയും, നിന്നെ കാരണം അവന്മാർ എന്നെ വല്ലതും ചെയ്താൽ നിന്നെ ഞാൻ വെച്ചേക്കത്തില്ല എന്ന്. EJ എന്നാൽ അവൻ്റെ അടുത്ത് പറയുന്നത് തന്നെ, നീ വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും എന്നാണ്. ഈ ബുള്ളി ചെയ്യുന്നവനാണെങ്കിൽ അവൻ്റെ കൂടെയുള്ള ആ ഗുണ്ടകളെല്ലാം വിളിച്ചുകൊണ്ട് ക്ലാസ് റൂമിലായിട്ട് വരും. എന്നാൽ വന്ന് നോക്കുന്നത് നമ്മളുടെ EJയുടെ ആ ഒരു സൈസ് കാണുന്നത് അവന്മാർ ഈ ബുള്ളി ചെയ്യുന്നവൻ്റെ അടുത്ത് ചോദിക്കും, ഇത്രയും കൊച്ചു ചെറുക്കനെ അടിക്കാൻ വേണ്ടിയിട്ടാണോ നീ ഞങ്ങളെ എല്ലാവരും ഇവിടോട്ട് വിളിച്ചുകൊണ്ട് വന്നത്? നിന്നെ പോലെ ഒരു പേടിത്തൊണ്ടനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ടീമിൽ വേണ്ട എന്നും പറഞ്ഞിട്ട് അവന്മാർ ഈ ബുള്ളി ചെയ്യുന്നവനെ അവൻ്റെ ടീമിൽ നിന്നങ്ങ് ഒഴിവാക്കും. എന്നിട്ട് അവന്മാർ അവിടെ നിന്നങ്ങ് പോവും. EJ ആണെങ്കിൽ ഈ ബുള്ളി ചെയ്യുന്നവനില്ലേ അവൻ്റെ മുമ്പിലായിട്ട് വന്ന് നിന്ന് അവനെ കളിയാക്കാൻ തുടങ്ങും. ബുള്ളി ചെയ്യുന്നവൻ ഇവനെ അടിക്കാനായിട്ട് വരുന്നത് നമ്മുടെ വൈറ്റ് ഷർട്ട് ഇട്ടവനാണെങ്കിൽ EJയുടെ കൂടെ നിന്നിട്ട് അവനെ നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ നമ്മളുടെ EJനെ ബുള്ളി ചെയ്യാനോ ശല്യം ചെയ്യാനോ ആരും തന്നെ ഇപ്പോൾ സ്കൂളിലുണ്ടായിരുന്നില്ല. ഇവിടെ ആ ബുള്ളി ചെയ്യുന്നവൻ്റെ അവസ്ഥയും ഭയങ്കര മോശമായിട്ടുണ്ടായിരുന്നു. അവനെ എല്ലാവരും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടുക ചെയ്യുന്നത്. അവൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നാലും വേറൊരു ചെറുക്കനെ ചൂസ് ചെയ്തു. അതുകൊണ്ട് തന്നെ അവനിപ്പോൾ സ്കൂളിൽ വരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. ഒരു ദിവസം നമ്മളുടെ EJ ആണെങ്കിൽ പാർക്കിലായിട്ട് വന്നിരിക്കുന്നതും ഈ ബുള്ളി ചെയ്യുന്നവൻ അവൻ്റെ അടുത്ത് വന്ന് സംസാരിക്കും. അപ്പോൾ നമ്മളുടെ EJ പറയും, നീ എൻ്റെ അടുത്ത് ഇത്രയും ടോർച്ചറിങ് ചെയ്തതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് ഇങ്ങനെയൊക്കെ കാണിച്ചത്, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിട്ടാനെ എന്നൊക്കെ നമ്മളുടെ EJ പറഞ്ഞു അവിടെ നിന്ന് ഹെഡ്സെറ്റും വെച്ച് നടന്നങ്ങ് പോവും. എന്നാൽ വഴി കൂടി നടക്കുന്നത് ഒരു വണ്ടി ഇവനെ ഇടിക്കാൻ വേണ്ടിയിട്ട് വരും. അവൻ വിചാരിക്കും അവൻ ഇപ്പോൾ മരിച്ചു പോകുമെന്ന്. എന്നാൽ ആ ഡ്രൈവർ ആണെങ്കിൽ കറക്റ്റ് സമയത്ത് തന്നെ ബ്രേക്ക് പിടിക്കുന്നുണ്ട്, അവൻ അവിടെ രക്ഷപ്പെടും. എന്നാൽ അവിടെയാണെങ്കിൽ പുറകിൽ നിന്ന് നമ്മളുടെ ആ ബുള്ളി ചെയ്യുന്നവനില്ലേ അവനൊരു കല്ലുമായിട്ട് വന്നിട്ട്
വന്നിട്ട് നമ്മളുടെ ഈജയുടെ തലയ്ക്കിട്ട് ഒരു അടി കൊടുത്ത് അവൻ്റെ തലയിൽ അടിച്ചടിച്ച് അവനെ അങ്ങ് കൊന്നു കളയും. നമ്മളുടെ ഈജ ആണെങ്കിൽ വീണ്ടും ആ ഹെല്ലിലായിട്ട് വരും. അവൻ അവിടെ ചോദിക്കും, അല്ല നിങ്ങളുടെ ഈ ഒരു ഗെയിം എനിക്ക് ഇഷ്ടപ്പെടുന്നതേ ഇല്ല, നിങ്ങളിവിടെ എന്തോ ചെയ്തിട്ടുണ്ട്. ഞാനാണെങ്കിൽ അവൻ മരിക്കുന്നതെന്ന് നന്നായിട്ട് തടഞ്ഞതല്ലേ, അവൻ്റെ ആ ഒരു ഫെയ്റ്റിനെ ഞാൻ ചേഞ്ച് ആക്കിയതാ, എന്നിട്ട് ഞാൻ മരിച്ചു. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഇതിനകത്ത് ചീറ്റിംഗ് ചെയ്യുന്നു എന്നല്ലേ? നിങ്ങൾ അവിടെ വന്നിട്ട് എന്തൊക്കെയോ ചേഞ്ച് ആക്കുന്നുണ്ട്. അവിടെയായിട്ട് നമ്മളുടെ ഡെത്ത് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവനെ വലിച്ചങ്ങ് എറിയും. എന്നിട്ട് അവൻ്റെ മുഖത്തായിട്ട് കാല് വെച്ചിട്ട് വന്നിരുന്ന് പറയാൻ തുടങ്ങും, ഞാനൊരിക്കലും നിന്റെ ഫെയ്റ്റിൽ കൈകടത്താൻ നോക്കിയിട്ടേ ഇല്ല, അതെല്ലാം നിന്റെ വിധി മാത്രമാണ്. നീ എപ്പോഴെങ്കിലും ആരുടെയെങ്കിലും ജീവൻ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയാൽ മാത്രമേ ഞാൻ അതിൽ വന്നിട്ട് തടയത്തുള്ളൂ, അല്ലാണ്ട് ഞാൻ ഒന്നും തന്നെ ചെയ്യാൻ വരത്തില്ല എന്നും പറഞ്ഞിട്ട് ഡെത്ത് ആണെങ്കിൽ അവൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈജെ ചോദിക്കുന്നത്, എനിക്ക് ഇനിയിപ്പോൾ ഏതെങ്കിലും നല്ലൊരാളുടെ ബോഡി വേണം, അതായത് പെട്ടെന്നൊന്നും മരിക്കാതെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ. ഇവിടെയായിട്ട് നമ്മുടെ ഡെത്ത് പറയും, നിന്നെ ഞാൻ അങ്ങനെ എളുപ്പത്തിൽ ജയിക്കാനും സമ്മതിക്കത്തില്ല, അത് നീ ആലോചിച്ചോണോ എന്നും പറഞ്ഞിട്ട് ഇവനെ വീണ്ടും ഷൂട്ട് ചെയ്ത് ഭൂമിയിലോട്ട് പറഞ്ഞു വിടും. ഇവനിപ്പോൾ ഉള്ളത് തന്നെ ഏതോ ഒരു ഗ്യാങ്സ്റ്ററിൻ്റെ ദേഹത്തായിട്ടായിരുന്നു. അവിടെയായിട്ട് ഒരുപാട് പേര് ഇവനെ കെട്ടിവെച്ചിട്ട് ചോദിക്കുന്നുണ്ട് ആ പെങ്കൊച്ച് എവിടെയാ എന്ന്. എന്നാൽ നമ്മളുടെ ഈജയ്ക്ക് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവിടെയുള്ള ആൾക്കാരാണെങ്കിൽ ഡ്രില്ലിംഗ് മെഷീനൊക്കെ എടുത്തിട്ട് ഇവൻ്റെ കണ്ണ് കുത്തി പൊട്ടിക്കാനായിട്ട് ഒരുങ്ങും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈജെ പറയും, വെയിറ്റ് നിങ്ങൾ എനിക്ക് കുറച്ച് സമയം എന്താ, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന്. അവിടെയായിട്ട് ആ വൈറ്റ് ക്രിസ്റ്റലും വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അത് കിട്ടുന്നതും അവന് മനസ്സിലാവും, അതായത് ഇവൻ വലിയൊരു ഗ്യാങ്സ്റ്ററാണ്, ഇവന് എല്ലാവരും കൊടുക്കുന്ന ജോലികളൊക്കെ ചെയ്യും, പൈസയ്ക്ക് വേണ്ടിയിട്ട് അവൻ എന്തും ചെയ്യാൻ റെഡിയാ എന്ന്. ഇവിടെ നമ്മളുടെ ഈ ഈജയാണെങ്കിൽ ആ ബോസിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പണവും തട്ടിയെടുത്തു. കൂട്ടത്തിൽ തന്നെ അയാളുടെ സീക്രട്ട് എല്ലാം സൂക്ഷിക്കുന്ന ഒരു പെങ്കൊച്ചിനെ വളച്ചിട്ട് അവളുമായിട്ടാണ് മുങ്ങിയിരിക്കുന്നത്. ഇപ്പം അവർ അന്വേഷിക്കുന്നത് തന്നെ ആ പെണ്ണിനെയാണ്. അവൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാം, പോരാത്തതിന് ആ ക്യാഷും വേണം. ഇവിടെയായിട്ട് നമ്മളുടെ ഈജയ്ക്ക് നല്ലതുപോലെ ഫൈറ്റിംഗ് സ്കില്ലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവൻ എങ്ങനെയൊക്കെയോ അവരെയൊക്കെ അടിച്ച് ശരിയാക്കി അവിടെ നിന്ന് എസ്കേപ്പ് ആവാനായിട്ട് തുടങ്ങും. അവൻ വിചാരിക്കും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവന്മാരെന്നെ കൊന്നു കളയുമോ എന്ന്. അങ്ങനെ നമ്മളുടെ ഈജെ വണ്ടിയും എടുത്ത് അവിടെ നിന്ന് പോകാനായിട്ടിറങ്ങും. എന്നാൽ ഇവനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാവരും നമ്മളുടെ ഈജയുടെ മൊബൈൽ ഫോൺ വെച്ചിട്ടാണ് അവനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യും. എന്നാൽ അവനെ ഫോളോ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ഗുണ്ടകളും ഉണ്ടായിരുന്നു, ഒരുപാട് വണ്ടികളും ഉണ്ട്. എന്നാൽ ഇവൻ ഒരുപാട് തന്ത്രങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ആ കാറുകളെല്ലാം ആക്സിഡൻ്റ് ആക്കി ഒരുപാട് ആൾക്കാരെയൊക്കെ കൊന്നും കളയും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.